ഹലോ, ഫുഡ് വീൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു മുട്ട ബജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട ബോണ്ട, മുട്ട ബജി എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് കുരുമുളക് പൊടി നടുക്കിടുക. ജസ്റ്റ് നമ്മൾ ബാറ്റർ അടിക്കുന്നുണ്ട്, നമുക്ക് അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. അതിലൂടെ ലൈറ്റായിട്ട് കാശ്മീരി ചില്ലി പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാറ്റർ അടിക്കാൻ നമ്മളൊരു ബോൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ അടുത്തായിട്ട് വേണ്ടതാണ് ലേശം ഉപ്പ്, നോക്കിയിട്ടിടാം കേട്ടോ. നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിലൂടെ ലേശം ഗരം മസാല, അതിലൂടെ കാശ്മീരി ചില്ലിപ്പൊടി. അതില്ലാത്തവർക്ക് സാധാ ചില്ലിപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ എരിവ് കൂട്ടും, നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുകയാണ്. ലേശം മതി, നമ്മൾ 2 മുട്ട എടുത്തേക്കണം. ഈ എരിവിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുകയാണ്. കുറച്ച് മതി, ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടി ഇട്ടാൽ മതി. നമ്മൾ 2 വലിയ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം, കുഴമ്പ് പരുവത്തിലാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മുക്കി പൊരിച്ചെടുക്കാം. ഇങ്ങനെ 2 സൈഡിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ മുട്ട ബജി റെഡി ആയിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. തട്ടുകട സ്റ്റൈലിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള അതേ ഫ്ലേവറുള്ള അടിപൊളി മുട്ട ബജിയാണ്. എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുട്ട ബജി കുട്ടികൾക്കും വലിയവർക്കൊക്കെ 4 മണി പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വിഭവമാണ്. കടലമാവും ലേശം വീട്ടിലെ മസാലയും കാര്യങ്ങളൊക്കെ മതി, പിന്നെ അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ തട്ടുകട സ്റ്റൈൽ മുളക് ബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നമുക്കിത് കഴിച്ചു നോക്കിയാലോ കട്ടൻ ചായയുടെ കൂടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിഖിൽ.